CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇന്ന് എറണാകുളത്ത് ചേരും. ലെനിൻ സെന്ററിലേക്ക് നേതാക്കൾ എത്തിത്തുടങ്ങി. സാലി ചേരുന്നു എറണാകുളത്ത് നിന്ന്. സാലി, എപ്പോഴാണ് യോഗം ആരംഭിക്കുക? എന്തൊക്കെയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട അജണ്ട? ഷമ്മി, അതായത് സെക്രട്ടേറിയറ്റ് ആരംഭിച്ചു കഴിഞ്ഞെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദ മാസ്റ്റർ, പോളിറ്റ് ബ്യൂറോ അംഗവും മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ, മറ്റ് സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ എല്ലാവരും തന്നെ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 10 മണിക്കാണ് സെക്രട്ടേറിയറ്റ് നിശ്ചയിച്ചിരുന്നത്. 10 മണിക്ക് തന്നെ ഈ ലെനിൻ സെൻറ്റർ, എറണാകുളത്ത് CPMൻ്റെ ജില്ലാ കമ്മിറ്റി ഓഫീസായ ലെനിൻ സെൻറ്ററിൽ യോഗം ആരംഭിച്ചിട്ടുണ്ട്. ഏതായാലും ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗം തന്നെയാണ്. പ്രചരണം അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുന്നു. ആ പശ്ചാത്തലത്തിൽ ഓരോ മണ്ഡലവും തിരിച്ച് ഓരോ മണ്ഡലത്തിലെ സാഹചര്യങ്ങൾ വിലയിരുത്തുക, ഒപ്പം തന്നെ പ്രചരണ രംഗത്ത് എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ പരിഹരിക്കാൻ ശ്രമിക്കുക. അതടക്കം തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് വലിയ തോതിൽ മുന്നേറ്റമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് തന്നെയാണ് പാർട്ടിയുടെ വിലയിരുത്തൽ. അക്കാര്യത്തിൽ എന്തെങ്കിലും വീഴ്ചകളോ പോരായ്മകളോ ഉണ്ടെങ്കിൽ അത് കണ്ടെത്തി പരിഹരിക്കുക എന്നുള്ളത് ഒരു കാര്യം. മറ്റൊന്ന്, ഇനി അടുത്ത ഘട്ടത്തിൽ ഏതൊക്കെ നേതാക്കൾ, ഇപ്പോൾ നമുക്കറിയുന്നത് പോലെ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ഉൾപ്പെടെയുള്ള ദേശീയ നേതാക്കൾ കേരളത്തിൽ പ്രചരണത്തിന് എത്തുകയാണ് ഇന്നു മുതൽ ഇനിയുള്ള ദിവസങ്ങളിൽ. അപ്പോൾ അവസാന ലാപ്പിലാണ് തെരഞ്ഞെടുപ്പ് പ്രചരണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലെ സ്ഥാനാർത്ഥികളല്ലാത്ത നേതാക്കന്മാരെല്ലാവരും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. പ്രധാനപ്പെട്ടത് ഞാൻ പറഞ്ഞത് തെരഞ്ഞെടുപ്പ് പ്രചരണം തന്നെയാണ്. മറ്റ് വിഷയങ്ങളും സ്വാഭാവികമായും സെക്രട്ടേറിയറ്റിൽ ഉയർന്നു വരാം. അതിനുശേഷം മുഖ്യമന്ത്രി തൃശ്ശൂരിൽ ഇന്ന് 3 പൊതുയോഗങ്ങൾ ഉച്ചയ്ക്ക് ശേഷമുണ്ട്. ആ 3 പൊതുയോഗങ്ങളിലും മുഖ്യമന്ത്രി പങ്കെടുക്കും. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദ മാസ്റ്റർ ഈ യോഗത്തിന് ശേഷം അങ്കമാലിയിലേക്കാണ് പോകുന്നത്. അവിടെ ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിലെ നിയോജക മണ്ഡലം കമ്മിറ്റി MV ഗോവിന്ദ മാസ്റ്ററും കേന്ദ്ര കമ്മിറ്റി അംഗം P രാജീവ് പങ്കെടുത്ത് നടക്കുന്നുണ്ട്. ആ യോഗത്തിൽ പങ്കെടുത്തതിന് ശേഷം MV ഗോവിന്ദ മാസ്റ്റർ ജില്ല വിടും. അതായത് പ്രധാനപ്പെട്ട ഇന്നത്തെ അജണ്ട എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് പ്രചരണം തന്നെയാണ്. പ്രചരണ രംഗത്ത് ഇപ്പോഴത്തെ സാഹചര്യം, ഈ പ്രചരണ രംഗത്ത് ഉയർന്നു വരുന്ന മുദ്രാവാക്യങ്ങളോട്, ഓരോ വിഷയങ്ങളോട് ഏത് തരത്തിൽ പ്രതികരിക്കണം എന്നതടക്കമുള്ള വിഷയങ്ങളിൽ ഒരു ചർച്ചയും ആലോചനയും ഒക്കെ നടക്കും എന്ന കാര്യം ഉറപ്പാണ്. ഏതായാലും LDFനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷ ഉള്ള ഒരു തെരഞ്ഞെടുപ്പാണ് എന്ന് തന്നെയാണ് പാർട്ടിയുടെ വിലയിരുത്തൽ. കഴിഞ്ഞ തവണ നേടിയ ഒരു സീറ്റിൽ നിന്ന് ബഹുദൂരം മുന്നിൽ പോയി ഭൂരിപക്ഷം സീറ്റുകളിലും വിജയിക്കാനാകും എന്ന് തന്നെയാണ് മുൻപ് നടത്തിയ വിശകലനങ്ങളിൽ നിന്നൊക്കെ പാർട്ടി എത്തിയിരിക്കുന്നൊരു നിഗമനം. അതുകൊണ്ട് തന്നെ എല്ലാ മണ്ഡലങ്ങളും വിജയസാധ്യതയുള്ളതാണ് എന്ന വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോ മണ്ഡലത്തിലും പ്രത്യേകം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനാവശ്യമായ തീരുമാനങ്ങൾ ഇന്നുണ്ടാകും. ഒരു മണ്ഡലവും വിജയപ്രതീക്ഷയില്ലാത്തതില്ല. എല്ലാ മണ്ഡലങ്ങളും വിജയിക്കാൻ സാധ്യതയുള്ള മണ്ഡലങ്ങൾ എന്ന് ഉറപ്പിച്ച് തന്നെയാണ് പ്രചരണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇതിനകം പ്രചരണം എല്ലാ മണ്ഡലങ്ങളിലും മുന്നിലാണ് എന്ന് തന്നെയാണ് പാർട്ടിയുടെ വിലയിരുത്തൽ. അതിലൊരു വിലയിരുത്തലും വിശകലനങ്ങളും ഒക്കെ ഇന്നുണ്ടാകും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏതാണ്ട് 1 മണിക്കൂർ മാത്രമാണ് സെക്രട്ടേറിയറ്റ് ഇവിടെ നടക്കുക. 11:11:30 പൂർത്തിയായി. മുഖ്യമന്ത്രിയും സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദ മാസ്റ്ററും മറ്റ് നേതാക്കളും ഇവിടം വിടും എന്നാണ് അറിയുന്നത്. സാലിയാണ് കൊച്ചിയിൽ നിന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെ വിവരങ്ങൾ നൽകിയത്.